ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നത് മുക്കടൽ ഡാമിലോട്ടാണ്. മുക്കടൽ ഡാം കാണാനാണ് വന്നിട്ടുള്ളത്. ഇതേ കണ്ടോ, മുക്കടൽ പൂങ്ക എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ നാഗർകോവിൽ സൈഡാണ്, നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണാൻ വന്നിട്ടുള്ള ഒരു സ്ഥലവും വെറൈറ്റി തന്നെയാണ്, നമ്മുടെ സ്വന്തം തമിഴ്നാടാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ പ്രകൃതി ഭംഗി പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു ആ പാറ കാണിച്ചു കൊടുത്തേടാ, നോക്കിയേ മുകളിൽ കണ്ടോ, ആ ഫ്രണ്ടിലുള്ള പോർഷനായാലും ബാക്കിലായാലും പാറകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മുക്കടൽ എന്ന് പറയുന്നത്. ബാക്ക് പോർഷൻ ആയാലും ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡായാലും പാറയാണ്, ഫ്രണ്ട് പോർഷനും അങ്ങനെയാണ്. നല്ല പ്രകൃതി ഭംഗി തന്നെയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. സത്യം പറയുകയാണെങ്കിൽ എന്ത് പറയാനാണ്, അടിപൊളി സ്ഥലം തന്നെയാണ്. നല്ല വിശാലമായ പാർക്കുണ്ട്. ഇത് എഞ്ചിനീയർ കോളേജിൽ നിന്ന് പിള്ളേർ ഒരു വണ്ടി നിറച്ച് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാർക്കിലോട്ട് ഒന്ന് പോയി നോക്കാം കേട്ടോ. അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു പാർക്കിംഗ് സെക്ഷനാണ് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിംഗ് സെക്ഷനാണ്. നല്ല അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതൊരു വിശ്രമ സ്ഥലമാണ് കേട്ടോ, ഇതൊരു വിശ്രമ സ്ഥലമാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ ഇരുന്ന് അല്പനേരം. ഞാൻ കുറച്ച് മുമ്പായിട്ട് ഇവിടെ വന്ന് അല്പനേരം വിശ്രമിച്ച ഒരു സ്ഥലമാണ്. ഡാം കാണാനാണെങ്കിൽ ആ മറു സൈഡ് പോകേണ്ടതുണ്ട് കേട്ടോ. ഇതിൻ്റെ മറു സൈഡാണ് ഡാം. ഒത്തിരി ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഡാം കാണാനാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഇതുവഴിയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ മുക്കടലിലോട്ട് എൻ്റെ പിൻ ബ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലം? എങ്ങനെയുണ്ട്? പറഞ്ഞോ. പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ ഒരു സ്ഥലമാണ് അല്ലേ? അടുത്ത് ഇഷ്ടമായോ? ഇത് ഫസ്റ്റ് ടൈം ആണോ, മുമ്പ് വന്നിട്ടുണ്ടോ? അതെയോ, ഫസ്റ്റ് ടൈം വന്നത്. എങ്ങനെ, കൊള്ളാവോ? ഒരുപാട് അവിടെ ഡാമിൽ നിങ്ങൾ പോയായിരുന്നോ? പോകാൻ പോണോ? ശരി ശരി ശരി. നാം ശരിയാ ഈ പ്രായത്തിലും എനിക്ക് ഇവരെ ഓടിത്തോൽപ്പിക്കാൻ പറ്റി. അപ്പോൾ പിന്നെ എങ്ങനെ, മുക്കടൽ ഡാം ഇഷ്ടമായോ? നമ്മുടെ നാഗർകോവിൽ ഭാഗത്ത് താമസിക്കുന്നവർക്ക് കുടിവെള്ളം ലഭിക്കുന്നതിനായി നിർമ്മിച്ച ഒരു ചെക്ക് ഡാമാണ് കേട്ടോ. ഈ ഡാം നിർമ്മിച്ചത് മറ്റാരുമല്ല, നമ്മുടെ തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. പണ്ട് ഈ സ്ഥലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. പണ്ട് ഈ സ്ഥലം തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ നിർമ്മിച്ച ഒരു ഡാമും കൂടെയാണ്. താഴ്വാരത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. നോക്കിക്കേ, ആ മല നോക്കി. അപ്പോൾ ഈ മുക്കടലിൽ രണ്ട് പാർക്കുണ്ട്. ഓൾറെഡി ആദ്യം ഫസ്റ്റ് നമ്മുടെ കേരള വരുന്ന ഒരു പോർഷനിൽ ഒരു പാർക്ക് കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് പാർക്കാണ്. കുട്ടികൾക്ക് എന്തായാലും എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാം, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അടിപൊളി പ്ലേസ് തന്നെയാണ്. സത്യം പറയുമെങ്കിൽ ഒരു വെറൈറ്റി സ്ഥലം കേട്ടോ. ഇതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. ഇത് ഒരുപാട് പിള്ളേർ ഇതാ താഴെ നിന്ന് കയറി വരുന്നുണ്ട്. ഇതാ ഇവിടെ പോയതാണെന്ന് എനിക്കറിയില്ല. അവരോട് തന്നെ ചോദിക്കാൻ താഴെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കാണാനുണ്ടോ എന്ന്. അപ്പോൾ ഈ ഡാം ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ. ഡാമിൻ്റെ പ്രകൃതി ഭംഗി നോക്കിക്കേ. പോർഷനാണ്. ഇപ്പോൾ എന്തായാലും
ഇവിടെ വരണ്ട് ഉണങ്ങി കിടക്കുക, തുറന്ന് വിട്ടിട്ടില്ല. കേട്ടോ, വെള്ളം കൂടുമ്പോഴും തുറന്ന് വിടുന്നതാണ്. ഇത് തന്നെയാണ് ലാസ്റ്റ് എൻഡിങ്. ഈ പാറയുടെ ആ ഭാഗത്തായിട്ട് തന്നെയാണ് ലാസ്റ്റ് എൻഡിങ് വെച്ചിട്ടുള്ളത്. കണ്ടോ, അവിടെ തന്നെയാണ്. ഇനി അങ്ങോട്ടൊരു സ്പേസും ഇല്ല, കയറേണ്ട ഒരു വഴിയും ഇല്ല. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഒരു ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയതാണ്. അതായത് നാഗർകോവിൽ കന്യാകുമാരി നിന്നും പിടിക്കുന്ന ഈ പാമ്പുകളുണ്ടല്ലോ, അവയൊക്കെ ഈ കാട്ടിൽ വനത്തിലോട്ടാണ് കൊണ്ട് വിടുന്നെന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്. എന്ത് പറയാനാണ്, ഒരു വെറൈറ്റി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടേതാ ഞാൻ നടക്കുന്നതിൻ്റെ മറു സൈഡ് കാടാണ്. ആ കാടിൽ അതിൻ്റെ ഈ മറു സൈഡിലോട്ട് നമുക്കൊന്നും കയറി പോകാൻ പാടില്ല. അതുപോലെ തന്നെ ചീറ്റപ്പുലിയൊക്കെ ഉണ്ട് ഈ ഉൾവനത്തിൽ നിന്ന്. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാറുണ്ട്, പേടിക്കാനൊന്നുമില്ല. എന്തായാലും അവരുടെ CCTVയിൽ കണ്ടതെന്നാ പറയുന്നത്. ഇവിടെ വന്നിട്ട് എങ്ങനെയാ കുട്ടികളുടെ പാർക്കിൽ കയറാതെ പോകുക? ഞാൻ ഓൾറെഡി മുകളിൽ നിന്ന് കാണിച്ചു തന്നതാ ഇവിടുത്തെ പാർക്കിനെ. അപ്പോൾ ഞാൻ അത് ആ വഴിയിൽ നിന്ന് അതായത് ആ മറു സൈഡിൽ നിന്ന് ഇതുവഴി പോയപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ പാർക്കിലോട്ട് വന്ന് കയറിയിട്ട് പോകാം അല്ലേ. പാർക്കെന്ന് ഉദ്ദേശിച്ചപ്പോൾ എനിക്കിവിടെ കാറ്റായതുകൊണ്ട് ഞാൻ പറയുന്നത് ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞു പോകുന്നത്. പാർക്കെന്ന് ഉദ്ദേശിച്ചത് കളിയിലോടൊപ്പം എന്ത് പറയാനും പഠനത്തോടൊപ്പം കളിയെന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. പഠിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ, സയൻസ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സത്യം പറയാമെങ്കിൽ നല്ല അതിശയം തോന്നി. സാധാരണ പാർക്കെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഊഞ്ഞാലും അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കാനുള്ള, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പാർക്കാണ് കേട്ടോ. നല്ല രസമുണ്ട്. കുട്ടികൾക്ക് ഓരോ ഒരു ഗ്ലോബ് കണ്ടോ, ആ ഓരോ രാജ്യത്തിനെ കുറിച്ച് പഠിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുകൊണ്ട്. എൻ്റെ കണ്ണുകളെ കൂടുതൽ ആകർഷിച്ചത് DNA ടെസ്റ്റ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. ഓരോ അതിൻ്റെ ഘട്ടങ്ങൾ അവിടെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, വായിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു സയൻസ് ലാബെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അതിൻ്റേതായ ഭൂമിശാസ്ത്രവും സയൻസും എല്ലാം ഉൾപ്പെടുന്ന ഒരു പാർക്ക് തന്നെയാണ്. സത്യം പറയുമെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒന്നും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഒരു പ്രത്യേകതരം, അങ്ങനെ തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒരു പ്രത്യേകതരം ഒരു പാർക്ക് തന്നെയാണ്. മുമ്പ് ഞാൻ ഇതുപോലൊരു പാർക്ക് കണ്ടിട്ടില്ല. എല്ലാം നമുക്ക് എന്ത് പറയാനാണ്, ഓരോന്നും നമുക്കറിയില്ലെങ്കിൽ തന്നെ അവിടെ ആ ബോർഡ് വെച്ചിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കേണ്ടതായ കുറേ കാര്യങ്ങൾ ഈ പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കാണുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അടിപൊളി സ്ഥലം, വെറൈറ്റി. പിന്നെ ഞാൻ മുമ്പ് ചീറ്റപ്പുലിയുടെ കാര്യം പറഞ്ഞു, അത് ഇവിടെയൊന്നും ഇറങ്ങുന്നതല്ല കേട്ടോ, ആ മറു സൈഡിൽ ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കേണ്ടതൊന്നുമില്ല. 1-2 പ്രാവശ്യം അവിടെ കണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പാർക്കും. അതിലുപരി ഒരു പ്രത്യേകതയുള്ളത് തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ പാർക്കിൽ ഒരു അല്പനേരം വിശ്രമിച്ചിട്ട് ആകാം നമുക്ക് അടുത്ത യാത്ര കേട്ടോ. ഈ പാർക്കിലുള്ള ഈ ഒരു സംവിധാനം കണ്ടോ, ആ കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഒരിതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എന്നും കണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് പറയാനാണ്, ഒരു വെറൈറ്റി അനുഭവം തന്നെയാണ് എനിക്ക് ഈ പാർക്കിലൂടെ നടന്ന് നീങ്ങിയപ്പോൾ കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി തന്നെയാണ് കേട്ടോ. ആ ഭാഗത്ത് ആണിനും പെണ്ണിനും ഒക്കെ ടോയ്ലറ്റ് ഉണ്ട്, ലേഡീസിനും ജെൻസിനും ഒക്കെ ടോയ്ലറ്റ് ഉണ്ട് അല്ലേ. ഈ പാർക്കിൽ വന്ന് ഇരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. ഇത് വലിയ ആനയും ജിറാഫും പുലിയും കടുവയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരു വിശ്രമ സ്ഥലമാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ, അതുപോലെ ഒരു വിശ്രമ സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇരിക്കാനുള്ളത്. ഭയങ്കര കാറ്റ് കേട്ടോ, പറയാണ്ടിരിക്കാവേ. എന്നെയും കൂടെ പൊക്കി എടുത്തോണ്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര കാറ്റാണ്. തന്നെ വലിപ്പം കണ്ടോ, പറയാണ്ടിരിക്കാവേ കേട്ടോ. അത്രയും വലിപ്പത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇതിനോടനുബന്ധിച്ച് ഒരു ക്ഷേത്രം കൂടെ ഉണ്ട്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പോകാം. എപ്പോഴാണ് നട തുറക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു 24 മണിക്കൂർ അവിടെ ഇത് പൂജ ഇതുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ കുറേ കുട്ടികൾ കുറച്ച് മുമ്പ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടത് അവിടെ ഒരു ക്ഷേത്രമുള്ള കാര്യം. ഇതേ കണ്ടോ, ജിറാഫിനെ കണ്ടല്ലോ, അവിടെ കണ്ടല്ലോ. അപ്പം നമുക്കിനി ആനയുടെ അടുത്ത് പോകാം കേട്ടോ. ആന ഏതാ നല്ല ഭംഗിയായിട്ട്, എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ്. പക്ഷേ ഇത് പാർക്കാണ്, കുട്ടികൾക്ക് കാണാനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ മഴയൊക്കെ ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാ പ്ലേസും നല്ല വൃത്തിയുണ്ട്. പറയാണ്ടിരിക്കുകയാണെങ്കിൽ അടിപൊളി സ്ഥലം. വരിക, കാണുക, ആസ്വദിക്കുക. എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. ഒരു 10 മിനിറ്റ് വീഡിയോയിൽ ഇത് എല്ലാം എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പാർട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. വരിക, ആസ്വദിക്കുക, നേരിൽ കണ്ട് ആസ്വദിക്കുന്നത് അത് വലുത് തന്നെയാണല്ലേ. അപ്പം ഞാൻ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ മുക്കട ഡാമിൻ്റെ തൊട്ടടുത്തായി ഒരു ക്ഷേത്രമുണ്ട്.
മുക്കടൽ അമ്മ കേട്ടോ. മുക്കടൽ ഡാമിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് പറയുന്ന പേര് മുക്കടൽ അമ്മ കേട്ടോ. ഓം അരുൾ മിക മുക്കടൽ ഇസക്കിയമ്മൻ കോയിൽ കേട്ടോ. കോയിൽ എന്നാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിതാ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ. ഇത് ഒരു കാവാണ് കേട്ടോ. ഒരു ആൽമരത്തിന്റെ ചുവട്ടിലാണ്. ഒരു ക്ഷേത്രം പോലെ ഇങ്ങനെ കെട്ടിടമൊന്നുമില്ല, ഒരു കാവാണ് കേട്ടോ. ഇതിനകത്ത് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഇതേ കണ്ടോ, ഈ ആൽമരത്തിന്റെ താഴെയായി ഒരു കുഞ്ഞ് ഒരു ക്ഷേത്രമാണ്. വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. എന്തായാലും നട അടച്ചിട്ടുണ്ട്, 5 മണിക്കേ തുറക്കത്തുള്ളൂ. ഇതാണ് മുക്കടൽ അമ്മൻ എന്ന് തോന്നുവാ. എനിക്ക് വലുതായിട്ട് അറിയില്ല. എന്തായാലും ഒരു കാവിൻ്റെ ഈ ഡാമിൻ്റെ അടുത്തൊരു ക്ഷേത്രവും ഒക്കെ നല്ല ഒരു ഭംഗി തന്നെയാണ് അല്ലേ. അപ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഓടി എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റാ. എന്താ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തത്? വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൊടുത്തേക്കണേ.